வழி பார்த்து கண் பூத்தேன் வருவார் வருவார் என்று வழி பார்த்து கண் பூத்தேன் வருவார் வருவார் என்று വഴി പാർത്ത് കൺ എത്ര നേരം ഞാൻ വിളിക്കണോ എത്ര നേരമായിരുന്നു ഞാൻ നിങ്ങളെ വിളിക്കണോ എന്താ കാര്യം പറ പറഞ്ഞില്ലേ ആ പപ്പായ ഒന്ന് കുത്തിത്തരാൻ പപ്പായ നിരക്കൽ പോയി കുത്തിക്കൂടെ തോട്ടി ഉണ്ടല്ലോ എനിക്ക് എത്താത്തോണ്ടല്ലേ നിങ്ങളെ വിളിച്ചത് അത് കഴിയട്ടെ പിന്നെ ഇത് ഭയങ്കര അത്യാവശ്യം ഇപ്പൊ കാണേണ്ടത് ദേ ഒന്ന് വരണുണ്ടോ എനിക്ക് അത്ര വലുതായിട്ടൊന്നും തോന്നുന്നില്ല ഡാൻസ് ചെയ്യണമെങ്കിൽ നല്ല ഷേപ്പും കൂടെ വേണം അപ്പോഴാണ് ഭംഗിയുണ്ടാവും അത് ശരി കണ്ട പെണ്ണുങ്ങളുടെ ഷേപ്പ് നോക്കി ഇരിക്കല്ലേ നിങ്ങൾ വരുന്നുണ്ടോ ഞാൻ ഇത് കഴിയട്ടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ എന്നെ പാടുന്നു ഞാനത് ഓഫ് ചെയ്ത് കളയും കേട്ടോ പാട്ടിന് പോ അതന്നെ എനിക്ക് പറയാനുള്ളേ ജമന്തി നീ അത് ഓഫ് ചെയ്യരുത് ജമന്തി TV ഓഫ് ചെയ്യരുതെന്ന് ഓഫ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലല്ലോ എടി അത് നല്ല ഡാൻസ് ആണ് ഞാൻ അത് കണ്ടോട്ടെ നല്ല ഡാൻസ് നിങ്ങൾക്ക് നാണാവില്ലേ മനുഷ്യ ഈ പ്രായത്തിൽ കണ്ട പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല അത് തന്നോ റിമോട്ട് ഇല്ല റിമോട്ട് അങ്ങനെ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളെ കണ്ട അമ്മ നീ മര്യാദക്ക് അത് വെച്ചോ ഇല്ല നിനക്ക് അതാ നല്ലത് ഇല്ല നിങ്ങൾ എന്റെ കൂടെ വാ ഞാൻ എവിടേക്ക് വരണമെന്ന് നീ പറയണത് ആ പപ്പായ കുത്തിച്ചടിക്കാനോ അത് എന്തിനാ ഒരു 10,000 ആളെന്ന് ഏട്ടമാൻ്റെ കൂടെ അതിങ്ങ് താന്ന് തരില്ല ഇത് എന്തൊരു പോത്താണപ്പാ പിന്നെ പോത്ത് നിനക്ക് കലയില്ല കൊലയില്ല ഒരു തേങ്ങയില്ല നിനക്ക് ബുദ്ധിയും ബോധമില്ലാത്തൊരു സാധനം മാരീൻ ചാക്കിന് പഞ്ഞു തറച്ച പോലെ ഒരു ജന്തു എല്ലാരും കൂടെ കൂടിയിട്ട് അതിനെന്റെ തലയിൽ കെട്ടി വെച്ചല്ലേ എത്ര പറഞ്ഞാലും കേൾക്കില്ല ഇപ്പൊ നീ പറയണ മുഴുവനും കേട്ടിട്ട് ഞാൻ നിന്റെ പിന്നാലെ നടക്കണം എനിക്ക് സൗകര്യമില്ലടി എന്താണ് ഇവിടെ നിൽക്കണേ വഴക്ക് പറഞ്ഞു അത് പുതിയ സംഭവം അങ്ങനെയല്ല എനിക്കൊരു കലാബോധം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ അത് മാത്രല്ല ഞാൻ പരിച്ചാക്കില് പഞ്ഞി നിറച്ചു വെച്ചിരിക്കുക ഏട്ടന്റെ തലയിൽ എല്ലാരും കൂടി കെട്ടി വെച്ചതാന്നൊക്കെ പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ശരിയല്ല ആദ്യം പറഞ്ഞാൽ ചിലപ്പോ ശരിയായിരിക്കും എടി അവന് ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞതിന് നീ ഇങ്ങനെ ഇരുന്ന് കരയേണ്ട വല്ല കാര്യമുണ്ടോ എന്നെ ഒരു കാശിന് കൊള്ളൂല അത് സാരല്ല പോട്ടെ അല്ല എടി പെണ്ണെ അവൻ വെറുതെ ഓരോന്ന് പറയണതാന്ന് അല്ല ഇത് ശരിക്കും പറഞ്ഞതാ നീ അവന്റെ ഇതിനടുത്ത് കുത്തി കളക്കാൻ പോയിട്ടല്ലേ എനിക്ക് ഡാൻസ് പാട്ടോ ഒന്നും അറിഞ്ഞൂടാ ഞാൻ വെറും ചുമ്മാ പറയണത് അവന് ബോധമില്ലടി ആങ്ങളെ വായി നോക്കിയാണല്ലേ വായി നോക്കി നടക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് രാവിലെ എന്നെ ഉപദേശിക്കാൻ വന്നവൻ നീ എന്ത് പറഞ്ഞടി അവളെ എന്തേലും പറഞ്ഞ് വിഷമിപ്പിച്ചാ നിനക്കില്ലേലും അവള് ഇങ്ങോട്ട് വന്ന എന്തേലും പറഞ്ഞോളൂ ഇത് കളിക്കല്ലേ എന്തോ അവള് കനക ചീത്ത പറഞ്ഞു പറഞ്ഞിരുന്ന് കരയണതാ എന്ത് പറ്റി അവന് കലാവാസന ഇല്ല മന്ദബുദ്ധിയാണെന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു അവന് ബോധം ഇല്ലാതെ അന്തക്കേടും കൊണ്ട് വിളിക്കണത് അല്ല അത് മന്ദബുദ്ധി ആയതുകൊണ്ടാണല്ലോ അവന്റെ തന്നെ ചെന്ന് കല്യാണം കഴിച്ചേ അല്ലെ വേറെ നല്ല ആമ്പിളർ വന്നേനെ ഇവിടെ കെട്ടാനായിട്ട് ഞാൻ പറഞ്ഞു അവന് ബോധം ഇല്ലാതെ ഓരോന്ന് പറഞ്ഞാൽ അതിനിരുന്ന് കരേണ്ട കാര്യമുണ്ടോ നീ കണ്ണോടിച്ചേ ഒന്നല്ല ക്ലീറ്റ ചേട്ടാ എനിക്ക് ഡാൻസ് പാട്ടും ഒന്നും അറിഞ്ഞൂടാന്നും പറഞ്ഞ് ടിവിയിൽ കണ്ട പെണ്ണുങ്ങളുടെ ഡാൻസ് ഒക്കെ കണ്ട് അവരങ്ങ് പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുക എന്നെ ഒരു കാശിന് കൊള്ളൂലെന്ന് അത് ശരി അല്ല എന്താ വെച്ചാൽ ഇപ്പം അളിയൻ പറഞ്ഞ തെറ്റൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്
അല്ല അളിയൻ ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം നമ്മളെ കുടുംബത്തിലെ 2 പെണ്ണുങ്ങൾ നിങ്ങളാണല്ലോ. കലാവാസന എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടുമില്ല. ഉണ്ടോ ഉണ്ടോ? ലേശം തീണ്ടിയിട്ടില്ല. കലാവാസന ഇല്ലെങ്കിൽ എന്താ, ആ ഞങ്ങള് നല്ല ഭാര്യമാരല്ലേ? ഓ ഭാര്യമാര് എന്താണ് ഇവിടെ അടുക്കളകൾ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ ഭാര്യമാരാകും. ഭർത്താക്കന്മാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭാര്യമാര് അത്യാവശ്യം ഇച്ചിരി പാട്ട് പാടുക, ഇച്ചിരി നൃത്തം ചെയ്യുക. അപ്പൊ അന്ന് ഞാൻ ഡാൻസ് കളിച്ചല്ലോ, എന്ന് മറ്റേ നടരാജന്റെ അവിടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അയ്യോ എൻ്റെ പൊന്നെ, അതെന്നെ ഓർമ്മിക്കല്ലേ. എൻ്റെ ജമന്തി നടരാജൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എല്ലാവരും നല്ല കൈയൊക്കെ പിടിച്ച് ഇങ്ങനെയുള്ള ഡാൻസ് കളിക്കുക. അപ്പം ഞാനോട് റെഡി പോകാം, നമുക്കും കളിക്കാം, ഇല്ലെങ്കിൽ കുറച്ചില്ലാന്ന് പറഞ്ഞാൽ പോവാം. എവിടെ അതേ ഒന്ന് പോകാൻ കളിയിട്ടോ, എനിക്ക് നാണം വന്ന് അതാണ് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇവള് 2 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് എൻ്റെ കർത്താവേ 1.5 സ്റ്റെപ്പായിരുന്നു. ഇവള് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞതും അവിടെ നിന്ന് ആൾക്കാരൊക്കെ അപ്രത്യക്ഷമായി. അതിപ്പോ എല്ലാവർക്കും ഒരേപോലെ ഡാൻസ് കളിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാൻ ഇഷ്ടം. അതിൽ പിന്നെ ഉണ്ടല്ലോ ജമന്തി, പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പോകാൻ തന്നെ ഒരു പേടിയാ. എന്ത് നോക്കണെന്തിന് ഉള്ളത് തന്നെ പറഞ്ഞ, നീ ഉണ്ടാക്കണ്ട ഉരുട്ടി തന്നെ. അത്രയ്ക്കൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആരാ ഉള്ളത് കലാകാരന്മാരായിട്ട്? അതെ എൻ്റെ കുടുംബത്തിലോട്ട് കയറി കളിക്കണ്ട. അവിടെ എല്ലാം കലാബോധമുള്ള ആൾക്കാർ തന്നെയാണ്. എൻ്റെ അമ്മച്ചി ആസലായിട്ട് പാടും, പിന്നെ കൊച്ചമ്മച്ചി നാട്ടെ ഇത് വായിക്കും, അത് വായിക്കും. പിന്നെ പറഞ്ഞു വരുമ്പോഴേ യേശുദാസ് എന്ന് പറഞ്ഞ ആരാ, നമ്മളൊരു കൊച്ചപ്പച്ചനാണ്. ആ അവിടെ എല്ലാം നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെയാണ്. ഞാനിവിടെ വന്ന് വിട്ട് ഇപ്പം എൻ്റെ ഉള്ള കലയും കൂടെ പോയെന്നാണ് എൻ്റെ സംശയം. മുരടിച്ച് എൻ്റെ കലയൊക്കെ. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, വിധി ഞങ്ങളെപ്പോലുള്ളവന്മാരുടെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലേ ഇപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അടുത്ത ജന്മത്തിൽ നോക്കാം. ഈ ജന്മത്തിൽ ഇങ്ങനെ ആയിപ്പോയി, ഇത് ഞങ്ങളുടെ ആണുങ്ങളുടെ വിധി. ഒരു കാര്യമില്ല നിങ്ങളെ പറഞ്ഞിട്ട്. അവളെവിടെ? എനിക്കെങ്ങനെ അറിയാം അവളെവിടെയെന്ന്? എടാ എനിക്കെങ്ങനെ അറിയാം? രാവിലെ ഇറങ്ങി പോണത് കണ്ട്. എവിടേക്കാ പോകുന്നു ചോദിച്ചില്ലേ? ചോദിച്ചാൽ അവള് പറയണ്ടേ? ഞാൻ പതിവില്ലാത്ത നടക്കുന്ന കുളിച്ച് ഒരുങ്ങി കുറിയും തൊട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. എവിടെ പോണടി എവിടെ പോണടി എവിടെ പോണി? ആര് പറയാ മറുപടി? നിങ്ങളെന്താ കുളിച്ച് കുറിയൊക്കെ ഇട്ടിട്ട്? എന്ത് ഞാൻ എൻ്റെ പതിവ് ഇതല്ലേ പുതുമ പറയേ? ഞാനെന്നും കുളിച്ച് കുറിയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു ദിവസമെങ്കിലും നീ കുറിയിടാതെ എന്നെ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് എവിടേക്കാ പോയതെന്ന് ചോദിച്ചില്ലേ? എടാ ചോദിച്ച്, ഞാൻ വിചാരിച്ച നീയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയാണെന്ന്. ഞാനിപ്പോൾ എല്ലാം എന്തോ പറയാനാ? നീ പോയിട്ട് വരുമ്പോൾ വരട്ടെ, അല്ല എന്തോ ചെയ്യാനാ? ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ വീട്ടിലുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നു എൻ്റെ കൂടെയെങ്കിലും. അല്ലേ, അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിൻ്റെ വളർത്തുദോഷമോ തളേന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ല. അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നതല്ലേ മക്കൾ അനുസരിക്കത്തുള്ളൂ. ഇവിടെ തലമൂത്ത ആള് നിങ്ങളല്ലേ, നിങ്ങൾക്കങ്ങ് ചോദിക്കായിരുന്നല്ലോ എവിടേക്കാ പോണെന്ന്. എടാ ഇപ്പോഴും ഞാൻ തലമൂത്തതുകൊണ്ട് കാര്യമൊന്നുമില്ല. കൊച്ചിലെ ഉള്ള വളർത്തുദോഷം അത്. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാ പറഞ്ഞത്, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? വരുന്നിടത്ത് വെച്ച് കാണാം. എടാ നിന്നെ ഒരു പേടിയുണ്ടെങ്കിൽ അവളിങ്ങനെ ചെയ്യുമോ? എൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നാ? അല്ല ഞാൻ ആരാണ് എനിക്ക് അറിയാണ്ട് ചോദിക്കുക. നല്ല കാര്യമായിപ്പോയി. ഞാൻ ആരോ? നീയാണ് അവളെ ഭർത്താവെന്ന് ബോധം ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും. അല്ല എനിക്ക് ആ ബോധം നല്ലതുണ്ട്, ഞാൻ അവളെ ഭർത്താവാണെന്ന്. പക്ഷെ അവൾക്ക് ആ ബോധം ലേശമില്ല, അത് കുറവാ. അത് പറ, അതാണ് കാര്യം. അതിനി പറഞ്ഞിട്ട് എന്തോ ഫലം? എന്തോന്ന്? ചായ എവിടെ? ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? കറിക്ക് അരിഞ്ഞു വെച്ചിട്ട് ചായ ഇടാം. നിങ്ങൾ ആരും ഉണർന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. എന്നാ വരുന്നടാ. എന്തോന്നാണ് അവനെന്താണ്? എത്ര വിളിക്കണം? എന്താടാ തങ്കം എവിടെ? തങ്കം ഇങ്ങോട്ട് വന്നില്ലല്ലേ? ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല, അവിടെ ഇല്ലേ? വാതിലും തുറന്നിട്ട് എവിടെ വായി നോക്കാൻ പോയ? അല്ല ജമന്തി എവിടെ? ഓ എന്നാ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയി കാണും രാവിലെ. ഓ എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന്. എങ്ങനെ? അല്ല നീ പോത്ത് പോലെ ഉറങ്ങുന്നത്, അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചായിരിക്കും പോയത്. പെട്ടെന്ന് വരാൻ. ഈ വാതിലും തുറന്നിട്ട് പോയാൽ ആരെങ്കിലും കയറി വല്ല എടുത്തോണ്ട് പോകില്ലേ? അവിടെ ഇരിക്കല്ലേ സ്വർണ്ണക്കട്ടി. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ ചായ വേണമെന്നുള്ളത്. ഒരു ചായ ഇട്ട് കുടിച്ചൂടെ? എന്നാലും മരുമോനൊരു ചായ തരരുത്. പൊന്നും മരുമോനെ അമ്മാവി ചായ ഇട്ടോണ്ട് തരാം. പൊന്നമ്മായി വേണ്ട, ഞാൻ ഇട്ട് കുടിച്ചോളാം, അതാ എനിക്ക് സന്തോഷം. ഓ എന്നാൽ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തം വേണ്ടേ?
ആ കൊച്ചിനൊക്കെ സ്കൂളിൽ വിട്ടോ എന്താ സമയത്ത്? എന്റെ പൊന്നടാ, ഇന്നത്തെ പെമ്പിള്ളാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. പഴയ കാലമൊന്നുമല്ല ഇപ്പോഴെത്രയൊക്കെ കൊണ്ട്. വളർത്തു ദോഷമാണമ്മ. പിന്നെ അല്ലാതെ ഞാനൊരു മൂസല അവിടെ വഴക്ക് കൂടിയിട്ട് ഇരിക്കുക ഞാനിപ്പോ. വഴക്കൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവന്മാരൊക്കെ ഇങ്ങനെ തന്നെ. ഇവളുമാർ രണ്ടുപേരും കൂടെ രാവിലെ എവിടെ പോയതായിരിക്കും? അല്ല എന്നാലും പിന്നെ ഇത് എവിടെ പോയതെന്നറിഞ്ഞില്ലല്ലോ. ദൈവമേ, നല്ല വഴിയും തെറ്റി പോയാ. എവിടെയും പോട്ടേന്ന്, എവിടെയും പോട്ടെ. അല്ലാതെ എന്താണ് ഇത് രാവിലെ ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞാലെന്താ കുഴപ്പം? ഇതല്ലോ എല്ലാത്തിനും അമ്മയെ പറഞ്ഞാൽ മതി. അല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ ഇത്. ഇങ്ങനെ വേണ്ട പെണ്ണുങ്ങള്. ഇതിപ്പോ എനിക്ക് തോന്നണേ ജമന്തിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് തക്കത്തിലൂടെ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്നാ പിന്നെ ഇത് പറഞ്ഞോട് കളിയാ. അതെ, ഇവന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വന്നേക്കും. ഇത്ര കഷ്ടമാണ് നോക്കണേ. ഇതെന്താ പ്രശ്നം എന്നറിയോ? അവരുടെ എല്ലാ ആവശ്യങ്ങളും ഒന്നും രണ്ടും ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം നടത്തി കൊടുക്കുന്നുള്ള കുഴപ്പമാണ്. തന്നെ നമ്മൾ തന്നെ തെറ്റുകാർ. നിങ്ങൾ അതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇത് എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടുന്നത്? ഒന്ന് ചെന്ന് നോക്ക് നിങ്ങൾ ആരെങ്കിലും. പോവാണെങ്കിൽ അങ്ങ് പോട്ടമ്മ അതുവഴി. പിന്നല്ലാതെ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? എന്നോട് എവിടെ അളിയാ, ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെ ചായ പോലും ഇത്ര സമയമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. അതല്ല, അങ്ങനെ ആർക്കും അവരെ വഴിതെറ്റിക്കാനൊന്നും പറ്റത്തില്ല. അവരാരെങ്കിലും വഴിതെറ്റിക്കുന്നതല്ലത്, അവരാരും തെറ്റിക്കാനൊന്നും പറ്റത്തില്ല. അതെനിക്കറിയാം. എന്തോ കാര്യം കാണും. അതല്ലേ ഇതള്ള എന്നെ വളർത്തി എന്നെ പാഴാക്കിയത്. ഞാൻ അതേ പറയൂ അമ്മ, നിങ്ങൾ തന്നെ കുഴപ്പക്കാരി. അങ്ങനത്തെ ചെല്ലവും കൊടുത്ത് പഠിപ്പിച്ച് ഇനിയിപ്പോൾ അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേറെ മാർഗം നോക്കും. ഇത് എങ്ങനെ മനസമാധാനത്തോടു കൂടി ഓഫീസിൽ പോകുന്നതാണ്? ഇപ്പൊ എന്തൊരു മാർഗം പത്രത്തിൽ കൊടുക്കണോ? രണ്ട് പെണ്ണുങ്ങളെ നാത്തൂന്മാരെ കാണാനില്ല. നാണക്കേടല്ലേ അത്? ആ ലാവിഷായിട്ട് പോയിട്ട് ഓട്ടോയും വിളിച്ച് വരുക. പൈസ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. എൻ്റെ അടുത്ത് തരണം. ആ ഒരു മിനിറ്റ്. ശരി വിട്ടേട്ടാ. ഇവിടെ വിളി, അതിൽ വിളി. ആ സന്തോഷായടാ. ഞാൻ ഈ കൊട്ടൊക്കെ പഠിച്ചിട്ട് അത് പാഴായി പോലോ എന്ന് കരുതി. നമ്മുടെ കുട്ടികൾക്ക് ശിങ്കാരി മേളം പഠിക്കണമെന്ന് ഞാൻ അതങ്ങോട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. നീ എവിടെ പോയതാ രാവിലെ? നീ എവിടെ പോയതാന്ന് കണ്ടില്ലേ അമ്മാന്റെ അടുത്ത്? അപ്പൊ നിനക്ക് അമ്മയോട് പറഞ്ഞിട്ട് പോയാ എന്താ കുഴപ്പം? എന്തിനാ പറയണേ? ഞാൻ അതിൻ്റെ അല്ലേ പോയത്. എന്നാ എന്നോട് പറയണ്ടേ? എന്തിനാന്നേ? ഞാൻ ആരടി നിന്റെ? അയ്യോ, ആരെങ്കിലും ആണോ ഞാൻ? എനിക്ക് കലാവാസന ഇല്ലല്ലോ. ഞാൻ മന്ദബുദ്ധിയല്ലേ. പിന്നെ അരിച്ചാക്കില് പഞ്ഞി നിറച്ച് കുത്തി കയറ്റിയതല്ലേ ഞാൻ. അവൾ അങ്ങനെയൊക്കെ ആണെന്നുള്ളത് ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നീ എന്ത് ഉദ്ദേശിച്ചാണ് പോയത്? എന്നോട് ഒരു വാക്ക് പറഞ്ഞു റെഡി. ഞാനെല്ലാം നിർത്തി. എന്ത് നിർത്തി? ഇനി മുതൽ നിങ്ങളോട് അനുവാദം ചോദിക്കുന്ന പ്രശ്നമില്ല. അത് ശരി. എന്നെ പുറത്തുകൊണ്ടാവുന്നാണല്ലേ നിങ്ങൾക്ക് കലാവാസന ഇല്ലാത്തോണ്ട്? അതുള്ളത് തന്നെ. അതുകൊണ്ട് എല്ലാം നിർത്തി, അടുക്കളയും പൂട്ടി. അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇനി അടുക്കളയിൽ കിടന്ന് തീയും പോയും കൊള്ളാൻ ഞങ്ങളില്ല. പിന്നെ നിങ്ങൾ എന്തെടുത്ത് തിന്നും? തിന്നാൻ നിങ്ങൾക്ക് തിന്നാതിരിക്കലൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം എന്തെങ്കിലും ചെയ്യും. ഇതിന് പ്രാന്ത് പിടിച്ചെന്ന്. ഇത് പ്രാന്തൊന്നും അല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു പുതിയ സംരംഭം തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് സംരംഭം? ഞങ്ങൾ ശിങ്കാരിമേളം ഗ്രൂപ്പ് ഇടാൻ പോവാ. എന്തിന്റെ കേടാണെന്ന്? എന്റെ അമ്മ ഇവിടെ കൊട്ടു തുടങ്ങാൻ പോവാണെന്ന്. എന്തിനാ കൂട്ടണത്? അതൊന്നും വേണ്ട, ഇവിടെ അതൊന്നും ശരിയാവില്ല. ഞങ്ങൾക്ക് കലാവാസന ഉണ്ടോന്ന് അറിയണമല്ലോ. ഞങ്ങൾ ആദ്യം അമ്മാവിന്റെ അടുത്തുനിന്ന് ചിങ്കാരി മേളം പഠിക്കും. എന്നിട്ട് കുടുംബശ്രീയിലുള്ളവരെയും പഠിപ്പിക്കും. ഇത് മനഃപൂർവ്വം ചെയ്യണ പരിപാടികളാണ്. ഒരു കാര്യം, ഞങ്ങളുടെ അളിയൻസിന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇതിന്ന് ഒരു ശബ്ദം പുറത്തു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാണാടി. ഞങ്ങൾ ഇതൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ട്രൂപ്പായിട്ട് പ്രോഗ്രാമിന് പോകാൻ പോവാ. ഞങ്ങളുടെ പ്രോഗ്രാം അമ്മാവൻ പിടിക്കും. ഞങ്ങൾ അതിനൊരു പേര് കിട്ടു, നാത്തൂൻസ് ശിങ്കാരി മേളം. ഇനി നമുക്ക് വേറെ താളം കൊട്ടാം കേട്ടോ. അണി
ഒന്നിച്ച് പറഞ്ഞ അല്ല ഇനി അതാണ് ആ താളാണ് അതിന്റെ ആദ്യത്തെ ഇതാണ്ടോ. പൊട്ടിക്കേ. പൊട്ട്. ആ ഇനി അത് കേട്ടോ. ആ ശരി ഒപ്പം കൊട്ടണം. 1 2 3 4. ശ്രദ്ധ പോവരുത്. വർഷങ്ങളോളം പഠിച്ച് ആതകം ചെയ്തിട്ടാണ് ഒരാൾ മേളക്കാരനാവണത്. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാലൊന്നും കലാകാരിയാവാൻ പറ്റില്ല. പഠിക്കണം, നല്ല പ്രാക്ടീസ് വേണം. കാലത്ത് നേരത്തെ നീച്ചിങ്ങനെ ഉരുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാവണം. അല്ലെങ്കിൽ ഇപ്പൊ ഇത് കേൾക്കൂലല്ലോ. കൊട്ടടി ആവട്ടെ. തത്തക്കട ആ ഹലോ ആ ഹലോ വേമ്പ പഠിക്കലോ നമ്മളൊക്കെ ശരിക്കും കാണിക്കാൻ പറഞ്ഞിട്ട് ഇതല്ല ആദ്യത്തെ പഠിക്കുക അത് മുഴുവൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞല്ലോ 1 മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു നിങ്ങൾ. എന്നിട്ട് ഈ ഉത്സവങ്ങൾക്കായാലും ഘോഷയാത്ര ആയാലും ഉദ്ഘാടനങ്ങൾക്കൊക്കെ ആയാലും ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ശിങ്കാരിമോളത്തിന് ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ അമ്മാവന്റെ കൂടെ ഇല്ല ഞാൻ വരും. പിന്നെ ഈ കലാകാരി എന്ന് പറഞ്ഞ് വീട്ടിലൊളിച്ചിരുന്ന ആരറിയാനാ? 4 ആൾ അറിയണം. നമുക്ക് അതിന് കഴിവുണ്ട്, നമുക്ക് തെളിയിച്ചു കൊടുക്കണം. തന്നെയല്ല മോളെ ഞങ്ങൾ അധിക്ഷേപിച്ചതാ 2 ഭർത്താക്കന്മാരും കൂടി. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ താളം പിടിക്കലല്ല ശിങ്കാരിമേളം. ഈ ചെണ്ടയും തോളിലിട്ടിട്ട് അതിനിങ്ങനെ താളങ്ങളുണ്ട്, സ്റ്റെപ്പ് വെക്കണം. അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചാൽ. ആദ്യം കൈവഴക്കം. ഇപ്പോൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 1.5 മണിക്കൂർ, വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഒരു 8 മണി വരെ, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യണം. എന്നാലാണ് 1 മാസം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ കലാകാരികൾ. കൊട്ടു അമ്മാവ എന്താണെന്നറിയാമോ, ഇനി ഇവിടെ ഉള്ളവര് ഞങ്ങളുടെ 2 പേരുടെയും പേരിൽ അറിയപ്പെടണം. അന്ന തുടങ്ങിക്കോ. Alien versus Alien.